ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാsedutips. അപ്പോൾ KTET എക്സാമുമായി ബന്ധപ്പെട്ട് എക്സാം പോസ്റ്ററിൻ്റെ സെക്കൻഡ് ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ക്ലാസ് നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്തതായിരുന്നു. നമ്മുടെ പുതിയ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ റിപ്പീറ്റഡായി ചോദിക്കുന്ന ഭാഗവും അതിന് റിലേറ്റഡ് ഫാക്ട്സും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള പുതിയൊരു സെഷനാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ ഉറപ്പായി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അതിൽ നിന്നെല്ലാം തന്നെ ഉറപ്പായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പുത്തൻ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സെഷൻ എന്ന് പറയുന്നത് HSA എഴുതുന്നവർക്കും ഉറപ്പായും യൂസ്ഫുൾ ആയിരിക്കും. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരെ നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഓഫ് ഇഫക്റ്റീവ് ലേണിംഗ് സ്ട്രാറ്റജീസ്? ഓപ്ഷൻസ് നോക്കാം. സെറ്റിംഗ് ഗോൾസ് ആൻഡ് ടൈം ടേബിൾസ്, മേക്കിംഗ് ഓർഗനൈസേഷണൽ ചാർട്ട്സ് ആൻഡ് കൺസെപ്റ്റ് മാപ്പ്, തിങ്കിങ് ഓഫ് എക്സാമ്പിൾസ് ആൻഡ് നോൺ എക്സാമ്പിൾസ്, എക്സ്പ്ലെയിനിങ് ടു എ പിയർ, സെൽഫ് ക്വസ്റ്റ്യനിങ്. ഓപ്ഷൻസ് 1, 2, 3, 4, 5 ദെൻ 1, 2, 3, 1, 4, 5, 1, 2, 3, 4. അപ്പോൾ ഇത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റ് ചെയ്ത് വന്ന ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇഫക്റ്റീവ് ലേണിംഗ് സ്ട്രാറ്റജീസിൻ്റെ എക്സാമ്പിളായിട്ട് താഴെ തന്നെ നമുക്ക് ഏതൊക്കെ പറയാൻ സാധിക്കും? അപ്പോൾ ഇതിന് ആൻസർ എന്ന് പറയുന്നത് എല്ലാം തന്നെ വരും കേട്ടോ. ആൻസർ ഓപ്ഷൻ ആദ്യത്തെ ഓപ്ഷനാണ് 1, 2, 3, 4, 5 എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് 1-2 കാര്യം ഈ പറഞ്ഞ ഓപ്ഷൻസൊക്കെ നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. കാരണം അത് നിങ്ങൾക്ക് മറ്റു എക്സാംസിനെല്ലാം യൂസ്ഫുൾ ആണ്. അപ്പോൾ നോക്കാം. സെറ്റിംഗ് ഗോൾസ് ആൻഡ് ടൈം ടേബിൾസ്. ദീസ് ഹെൽപ്പ് സ്റ്റുഡൻസ് ടു ബി ഓർഗനൈസ്ഡ് ആൻഡ് ഡു ദെയർ ടാസ്ക് ഓൺ ടൈം വിത്തൗട്ട് എനി ഡിലേ. അപ്പോൾ നമ്മളറിയാം, നമ്മൾ എന്തെങ്കിലും ഗോൾ സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ടൈം ടേബിൾ ബേസ്ഡ് പഠിക്കുന്ന സമയത്ത് നമുക്കൊരു ഡിലേ കൂടാതെ ആ ഒരു ടാസ്ക് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ കാര്യങ്ങൾ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യാൻ സഹായിക്കും അല്ലേ. ദെൻ മേക്കിംഗ് ഓർഗനൈസേഷണൽ ചാർട്ട്സ് ആൻഡ് കൺസെപ്റ്റ് മാപ്സ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ കണക്ട് ചെയ്ത് അല്ലേ നമ്മുടെ കൺസെപ്റ്റ് മാപ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ചാർട്ട്സ് ഒക്കെ രൂപത്തിലാക്കി നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കറക്റ്റായിട്ട് കാര്യം ക്ലിക്കാവും. അതുപോലെ തന്നെ മിസ്റ്റേക്സ് ഇല്ലാതെ പെട്ടെന്ന് നമ്മുടെ ഒരു നമ്മൾ എന്തെങ്കിലും ഉദ്ദേശിക്കുന്ന സംഭവം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടാസ്കിൽ നിന്ന് നമ്മൾ ഡീവിയേറ്റ് ആവാതെ കറക്റ്റായിട്ട് നമ്മൾ ആ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും അല്ലേ. ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ദീസ് ഹെൽപ്പ് സ്റ്റുഡൻസ് ടു ബി ഓൺ ദ റൈറ്റ് ട്രാക്ക് വൈൽ അച്ചീവിങ് ദ എയിംസ്. ഓക്കെ ആണല്ലോ. ദാൻ തിങ്കിങ് ഓഫ് എക്സാമ്പിൾസ് ആൻഡ് നോൺ എക്സാമ്പിൾസ്. ദീസ് ഹെൽപ്സ് സ്റ്റുഡൻസ് ടു ഫർദർ എക്സ്റ്റെൻഡ് ദെയർ സ്റ്റഡി. അപ്പോൾ ഇവിടെ എക്സാമ്പിൾസും നോൺ എക്സാമ്പിൾസിനെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന സമയത്താണ് നമ്മൾ എക്സാമ്പിൾസ് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുറേ എക്സാമ്പിൾസ് നിന്നും അവർ ഒരു കൺക്ലൂഷനിൽ എത്തുന്ന സമയത്ത് ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനും അതുപോലെ തന്നെ അവരൊരു നോളേജ് അല്ലേ. അപ്പോൾ ഇതിൽ പെടാത്തതിലെ എക്സാമ്പിൾസ് നോൺ എക്സാമ്പിൾസ് വരുന്ന സമയത്ത് അപ്പോൾ ഒരു നോളേജ് അപ്പോൾ കുറച്ചും കൂടി എന്തുകൊണ്ട് ഇത് പെടില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതാവില്ല എന്ന് ചിന്തിക്കുന്ന സമയത്ത് അവർക്ക് കുറച്ചും കൂടി അവർ നോളേജ് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഹെൽപ്പ് ആവും. അപ്പോൾ കുറച്ചും കൂടി കൺസെപ്റ്റും ക്ലിയർ ആവും കൂടി ചെയ്യും അല്ലേ. അപ്പോൾ അതാണ് തിങ്ക് ഓഫ് എക്സാമ്പിൾസ് ആൻഡ് നോൺ എക്സാമ്പിൾസ് എന്നിപ്പോൾ ഒരു ഇഫക്റ്റീവ് ലേണിംഗ് സ്ട്രാറ്റജീസ് ആയിട്ട് പറയുന്നത്. ദെൻ എക്സ്പ്ലെയിനിങ് ടു എ പിയർ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിച്ച കാര്യം മറ്റുള്ളവർ പഠിപ്പിക്കുന്ന സമയത്ത് ഒന്നും കൂടി നമുക്ക് സംഭവം ഒന്ന് റീകോൾ ചെയ്യാനും അതുപോലെ തന്നെ കാര്യങ്ങൾ ക്ലിയർ ആവാനും ഹെൽപ്പ് ചെയ്യും അല്ലേ. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇറ്റ് ഹെൽപ്പ് സ്റ്റുഡൻസ് ടു റിക്കോൾ ആൻഡ് മേക്ക് കൺസെപ്റ്റ് ക്ലിയർ. ദെൻ സെൽഫ് ക്വസ്റ്റ്യനിങ് ശരിക്കും സെൽഫ് ഇവാലുവേഷൻ എന്ന് വേണം നമുക്ക് പറയാം. ഇറ്റ് ഹെൽപ്പ് സ്റ്റുഡൻസ് ടു ക്ലിയർ ദെയർ ഓൺ ഡൗട്ട്സ്. കുറച്ചും കൂടി നമുക്ക് എന്തൊക്കെ മനസ്സിലായാലും ഇത് നമ്മൾ സെൽഫ് ഇവാലുവേഷൻ ചെയ്യാൻ കൂടി ഇത് ഹെൽപ്പ് ആവും. അതും നമ്മളൊരു ഇഫക്റ്റീവ് ലേണിംഗ് സ്ട്രാറ്റജീസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ ക്ലിയർ ആയല്ലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് ഇഫക്റ്റീവ് ലേണിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ 5 എണ്ണവും വരും. 5 എണ്ണം എങ്ങനെയാണെന്നുള്ള കാര്യം കൂടി എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റിനോട്ട് പോകാമല്ലോ. നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് മസ്റ്റ് ബി വെൽ പ്ലാൻഡ്. സ്റ്റുഡൻസ് നീഡ് ടു ബി പ്രിപ്പയർഡ് ടു വർക്ക് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ടീച്ചേഴ്സ് ഹാവ് ടു ബി എക്സ്പ്ലിസിറ്റ് ഇൻ സ്റ്റേറ്റിംഗ് ദെയർ എക്സ്പെക്ടേഷൻസ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്ട്രാറ്റജീസ് ഈസ് നോട്ട് ആൻ എലമെന്റ് ദാറ്റ് ഡിഫൈൻസ് ട്രൂ കോപ്പറേറ്റീവ് ലേണിംഗ്. അപ്പോൾ ക്വസ്റ്റ്യൻ കുറച്ച് ലെന്തി ആയിട്ട് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടോ. ഫസ്റ്റ് ദെൻ പോസിറ്റീവ് ഇന്റർഡിപെൻഡൻസ്, ഗ്രൂപ്പ് പ്രോസസ്സിംഗ്, കോമ്പറ്റീഷൻ, കൊളാബറേറ്റീവ് ആൻഡ് സോഷ്യൽ സ്കിൽസ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആയിട്ട് കാണുന്ന സമയത്ത് അയ്യോ പോയോ എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യൻ ലെങ്തി അവസാനം ഒന്ന് വായിച്ചാൽ 1-2 വട്ടം വായിച്ചാൽ നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇതെന്താ പറഞ്ഞേക്കുന്നത്? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ ആദ്യം പറയട്ടെ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3ാമത്തെ ഓപ്ഷനാണ്, കോമ്പറ്റീഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് മസ്റ്റ് ബി വെൽ പ്ലാൻ. അപ്പോൾ നമുക്കറിയാം ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് എന്തായിരിക്കണം? വെൽ പ്ലാനഡ് ആയിരിക്കണം. അപ്പോൾ സ്റ്റുഡൻസ് നീഡ് ടു പ്രിപ്പയർ ടു വർക്ക് ഇൻ ഗ്രൂപ്പ്സ്. അപ്പോൾ നമുക്കറിയാം കുട്ടികളെ ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെ ടീച്ചർ നല്ല എങ്ങനെയാണെന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. എങ്ങനെ ഇത് വർക്ക് ചെയ്യണം എന്നുള്ള കാര്യം ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കൂടുതൽ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൂടെ നമുക്ക്
കുറേ കാര്യങ്ങൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു കോപ്പറേറ്റീവ് ലേണിംഗ് ആണെന്ന് പറഞ്ഞാൽ തെറ്റില്ല. അതായത് ഒരു കോപ്പറേറ്റീവ് ലേണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ ഇതിലൂടെ കുറേ സ്കിൽസ് കുട്ടികൾ ഡെവലപ്പ് ചെയ്യാം. മെയിനായിട്ട് നമ്മൾ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാം അല്ലേ. ഒരു കൊളാബറേറ്റീവ് ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. സോ അപ്പോൾ ഇതിൽ ഈ തന്ന ഓപ്ഷൻസിൽ നോക്കൂ, അതിൽ തന്നെ പറയുന്നുണ്ട് നോട്ട് എൻ എലമെൻറ്റ് ദാറ്റ് ഡിഫൈൻസ് ട്രൂ കോപ്പറേറ്റീവ് ലേണിംഗ്. ഇപ്പോൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് എന്ന ക്വസ്റ്റ്യൻ തുടങ്ങി അവർ ഇൻഡയറക്റ്റ് ആയിട്ട് ഇവിടെ എത്തി ഒരു കോപ്പറേറ്റീവ് ലേണിംഗ്, ദാറ്റ് മീൻസ് അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ എത്തിയിരിക്കുന്ന ക്വസ്റ്റ്യനിൽ അപ്പോൾ അതിൽ ഈ കോപ്പറേറ്റീവ് ലേണിംഗിൻ്റെ എലമെൻ്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റാത്തത് ഇതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റൊന്നുമില്ല അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലൂടെ നമുക്ക് ഒരു കോപ്പറേറ്റീവ് ലേണിംഗ് നമുക്ക് അവർക്ക് ഉണ്ടാക്കിയെടുക്കുക, പ്രൊമോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ദാറ്റ് മീൻസ് അവിടെ കുട്ടികൾ തമ്മിൽ സോഷ്യൽ ഇൻട്രാക്ഷൻസിലുണ്ട്, അവിടെ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട്. ദാറ്റ് മീൻസ് പോസിറ്റീവ് ഇൻ്റർ ഡിപ്പെൻഡൻസിനെ സഹായിക്കുന്നതാണ്. സോ ഫസ്റ്റ് ഓക്കെ എന്ന് പറഞ്ഞാൽ ദെൻ ഗ്രൂപ്പ് പ്രോസസ്സിങ് അവിടെ നടക്കുന്നുണ്ട്. ദെൻ കൊളാബറേറ്റീവ് ലേണിംഗ് നടക്കുന്നത്, അവരുടെ സോഷ്യൽ സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ആവുന്നുണ്ട്. സോ ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞ 1, 2, 4 ഈ ഒരു 3 ഓപ്ഷൻസ് നമുക്ക് എന്ത് പറയാം, കോപ്പറേറ്റീവ് ലേണിംഗുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്ന എലമെൻറ്റ്സ് തന്നെയാണ് അല്ലേ. അപ്പോൾ കോമ്പറ്റീഷൻ, അപ്പോൾ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയിൽ നമ്മൾ കോമ്പറ്റീഷൻ എന്നുള്ള കാര്യം നമ്മൾ അങ്ങനെ ഫോക്കസ് ചെയ്യാം. നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു നമ്മൾ എപ്പോഴും പറയാറ് നമുക്കൊരു ഹെൽത്തി കോമ്പറ്റീഷൻ മസ്റ്റ് ബി ഹെൽത്തി ആയിരിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റിയിൽ ഒരു കോമ്പറ്റീഷൻ നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല അല്ലേ. സോ അതുകൊണ്ടാണ് ഓപ്ഷൻ 3 ആയത് കേട്ടോ. ക്ലിയർ ആയല്ലോ, സംശയമൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആപ്റ്റിറ്റ്യൂഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് തന്നെ ആൻസറിലോട്ട് എത്താൻ പറ്റും കേട്ടോ. അപ്പോൾ കിട്ടിയില്ലെങ്കിൽ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓക്കെ ആയിക്കോളും. ഓക്കെ, ദെൻ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദി ഫോളോയിങ് എക്സെപ്റ്റ് ലേണിംഗ് സ്റ്റൈൽസ് ഓഫ് സ്റ്റുഡൻസ്, സ്ട്രെങ്ത് ഓഫ് സ്റ്റുഡൻസ്, നീഡ്സ് ഓഫ് സ്റ്റുഡൻസ്, മിസ്റ്റേക്സ് ഓഫ് സ്റ്റുഡൻസ്. ഇത് സിമ്പിളാണ് അല്ലേ. ഇതെന്തായിരിക്കും ആൻസർ ഓപ്ഷൻ 4 ആണ് അല്ലേ, മിസ്റ്റേക്സ് ഓഫ് സ്റ്റുഡൻസ്. അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്, അപ്പോൾ നമ്മുടെ ലേണിംഗ് അസസ്മെൻറ്റ് എല്ലാം അതായത് ലേണിംഗ് അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സ് ഈ പറഞ്ഞാൽ നമുക്ക് ലേണിംഗ് സ്റ്റൈൽസ് ഓഫ് ദ സ്റ്റുഡൻസ് നമുക്ക് നോക്കാം, സ്ട്രെങ്ത് ഓഫ് ദ സ്റ്റുഡൻസ് നമുക്ക് കണക്കിലെടുക്കാം, ദെൻ അവരുടെ നീഡ്സ് ഒക്കെ നമുക്ക് നോക്കാം, ദെൻ മിസ്റ്റേക്സ് എന്ന് പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല അല്ല. ദെൻ മിസ്റ്റേക്സ് ഓഫ് സ്റ്റുഡൻസ് എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. സോ നമുക്ക് 1, 2, 3 നമുക്ക് കണക്കാക്കാം. ദെൻ മിസ്റ്റേക്സ് ഓഫ് സ്റ്റുഡൻസ് ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ സ്കൂൾ കരിക്കുലം ക്യാൻ ബി ബെസ്റ്റ് ഡിഫൈൻഡ് ആസ് ദി കംപ്ലീറ്റ് അറേ ഓഫ് ദ കോഴ്സസ് ഓഫ് സ്റ്റഡി, ഓൾ ദ മെറ്റീരിയൽസ് യൂസ്ഡ് ടു ഫർദർ പീപ്പിൾസ് ആക്ടിവിറ്റീസ്, എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഓർഗനൈസ്ഡ് എക്സ്പീരിയൻസസ് ഇൻ ദ സ്കൂൾ, സം ടോട്ടൽ ഓഫ് നോളജ് ടു ബി പ്രൊവൈഡഡ് ടു ലേണർ. അപ്പോൾ ഇവിടെ സ്കൂൾ കരിക്കുലത്തിൻ്റെ ഡെഫിനിഷൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബെസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഓർഗനൈസ്ഡ് എക്സ്പീരിയൻസസ് ഇൻ ദ സ്കൂളാണ് കേട്ടോ. അപ്പോൾ അറിയാത്തവരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. സ്കൂൾ കരിക്കുലം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഓർഗനൈസ്ഡ് എക്സ്പീരിയൻസസ് ഇൻ ദ സ്കൂൾ. അപ്പോൾ ഒരു സ്കൂളിൽ കിട്ടുന്ന കുട്ടികളുടെ എല്ലാ എക്സ്പീരിയൻസും ആണ് നമ്മൾ സ്കൂൾ കരിക്കുലം എന്ന് പറയുന്ന ടേമോട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എല്ലാം തന്നെ വേണ്ട. ഇറ്റ് ഇൻക്ലൂഡ്സ് എയിംസ് വരും, ഒബ്ജക്റ്റീവ്സ്, ടീച്ചിങ് കണ്ടൻറ്റ്, ടീച്ചിങ് സ്ട്രാറ്റജീസ് ആൻഡ് ഓൾ ടീച്ചിങ് ലേണിംഗ് എയ്ഡ്സ് ടു കാറ്റർ ദ ടോട്ടാലിറ്റി ഓഫ് സ്റ്റുഡൻസ് എക്സ്പീരിയൻസസ് ദാറ്റ് ഒക്കേർ ഇൻ ദ എഡ്യൂക്കേഷണൽ പ്രോസസ്സ്. അപ്പോൾ എഡ്യൂക്കേഷണൽ പ്രോസസ്സിൽ ത്രൂ ഔട്ട് എന്താണ് അവർക്ക് കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും, എയിംസും ഒബ്ജക്റ്റീവ്സും ടീച്ചിങ് കണ്ടൻറ്റും ടീച്ചിങ് ലേണിംഗ് എയ്ഡ്സ് എല്ലാം ഇൻക്ലൂഡ് ആവുന്നതാണ് കേട്ടോ സ്കൂൾ കരിക്കുലം എന്ന് പറയുന്നത്. ഇത് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? ഈ കരിക്കുലംസ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ബെറ്റർ ലേണിംഗ് എക്സ്പീരിയൻസസ് ആണ്. അതുപോലെ തന്നെ ഹെൽപ്സ് ഇൻ ദി സെലക്ഷൻ ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസസ്, ദാറ്റ് ഈസ് കരിക്കുലം ഡെവലപ്മെൻറ്റ് ഈസ് needed for the appropriate selection or organization of learning experiences. അപ്പോൾ ലേണിംഗ് എക്സ്പീരിയൻസ് നല്ല രീതിയിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലേണിംഗ് എക്സ്പീരിയൻസ് സെലക്ട് ചെയ്യാൻ ഓർഗനൈസ് ചെയ്യാനാണ് കരിക്കുലം ഡെവലപ്മെൻറ്റ് ഹെൽപ്പ് ആക്കുന്നത്. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ ദി സെലക്ഷൻ ഓഫ് സ്റ്റഡി മാറ്റർ ആൻഡ് അതർ ആക്ടിവിറ്റീസ്. അപ്പോൾ നമ്മുടെ അക്കാഡമിക്കായിട്ട് മാത്രമല്ല ബാക്കി എല്ലാ ടൈപ്പും അല്ല ആൻഡ് അതർ ആക്ടിവിറ്റീസ് സോ ദാറ്റ് ദ ലേണേഴ്സ് ക്യാൻ അക്വയർ ദ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ്. അപ്പോൾ ലേണർ ആ ഒരു ഗോൾസ് അച്ചീവ് ചെയ്യാനാണ് ഇങ്ങനെ കരിക്കുലം വെൽ പ്ലാൻഡ് ആവുന്നത് കേട്ടോ. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് നോക്കാം നമുക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദി കറക്റ്റ് ലോജിക്കൽ ഓർഡർ ഫോർ പ്രോസസ് ഓഫ് ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റിയുടെ ഓർഡർ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻസൈറ്റ്, പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ, വെരിഫിക്കേഷൻ, പ്രിപ്പറേഷൻ, ഇൻസൈറ്റ്, ഇൻക്യുബേഷൻ, വെരിഫിക്കേഷൻ, പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ, ഇൻസൈറ്റ്, വെരിഫിക്കേഷൻ, പ്രിപ്പറേഷൻ, ഇൻസൈറ്റ്, വെരിഫിക്കേഷൻ, ഇൻക്യുബേഷൻ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. നമുക്ക് മിക്കവാറും എക്സാമിനും ചോദിക്കാറുണ്ട്. K3 കൂടുതലും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ 3 തന്നെയാണ്. പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ,
അപ്പോൾ കുറച്ച് പേർക്ക് ഡൗട്ടാണ് ഇവിടെ ഇൻസൈറ്റ്. നമുക്കറിയാം നമ്മൾ സാധാരണ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്, പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ, ഇലൂമിനേഷൻ, വെരിഫിക്കേഷൻ എന്നാണ് നമ്മൾ സാധാരണ ടെക്സ്റ്റ് ബുക്കിൽ അല്ലേ. പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ, ഇലൂമിനേഷൻ, വെരിഫിക്കേഷൻ. അപ്പോൾ നമുക്കറിയാം ഇലൂമിനേഷൻ എന്ന് പറയുമ്പോൾ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഒരു ഐഡിയ ക്ലിക്ക് ആവുന്ന ഒരു ടൈമാണ്. അത് തന്നെയാണ് നമ്മുടെ ഇൻസൈറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സെയിം മീനിങ് തന്നെയാണ് അവിടെ. ഇൻസൈറ്റ് പെട്ടെന്ന് ഒരു ഐഡിയ നമുക്ക് സോൾവ് ചെയ്യുന്ന ഒരു ഐഡിയ കിട്ടുമ്പോൾ നമുക്ക് ഇലൂമിനേഷൻ എന്ന് പറയും. ഒരു ആഹാ മൊമെൻറ്റ് എന്ന് പറയുന്നത് ഏതാണ്, ക്രിയേറ്റിവിറ്റി പ്രോസസ്സ്, ഇലൂമിനേഷൻ സ്റ്റേജ് ആണ് അല്ലേ. പെട്ടെന്ന് നമ്മുടെ തലയിൽ ഒരു ഐഡിയ എത്തുക അല്ലേ. അപ്പോൾ ആ ഒരു സ്റ്റേജ് നമുക്ക് വേണം എന്തെന്ന് പറയാം, ഇൻസൈറ്റ് എന്ന് പറഞ്ഞാലും തെറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ ഇൻസൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നേക്കുന്നത്. അപ്പോൾ അത്രേ മാറ്റമുള്ളൂ. ഓക്കെ ആണല്ലോ. പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ, ഇൻസൈറ്റ് അല്ലെങ്കിൽ ഇലൂമിനേഷൻ സ്റ്റേജ് ആണത്, അല്ലെങ്കിൽ വെരിഫിക്കേഷൻ. അപ്പോൾ ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ആസ് എ ടീച്ചർ, how would you deal with those students sitting in the back seats and talking to each other? By ignoring them, ask them to keep quiet or leave the class, give them out from the class, ask them why they are not paying attention. അപ്പോൾ ആസ് എ ടീച്ചർ എന്ന നിലയ്ക്ക് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് അല്ലെങ്കിൽ സിറ്റിംഗ് ഇൻ ദ ബാക്ക് സീറ്റ്സ്, ലാസ്റ്റ് ബെഞ്ചിലുള്ള കുട്ടികൾ ഇങ്ങനെ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അവരെ ഡീൽ ചെയ്യേണ്ടത് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്ത് ചെയ്യണം? അവരെ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞേക്കൊന്നും പറ്റത്തില്ല കേട്ടോ. എന്ത് ചെയ്യേണ്ടതാണ്? ആസ്ക് ദം വൈ ദേ ആർ നോട്ട് പേയിങ് അറ്റൻഷൻ. എന്തുകൊണ്ടാണ്? റീസൺ അല്ലേ. അപ്പോൾ റീസൺ മനസ്സിലാക്കിക്കൊണ്ട് ആ റീസണിന് പറ്റിയ ഒരു റെമഡി നമ്മൾ കണ്ടെത്തുക കേട്ടോ. അപ്പോൾ എന്താ കാരണം മനസ്സിലാക്കിക്കൊണ്ട് ആ കാര്യം നമ്മൾ ആ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ എന്ത് ചെയ്യുന്നു, ക്ലാസ്സിൽ ശ്രദ്ധിച്ചോളും. ഓക്കെ ആണല്ലോ. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 ആണ്. ഇനി അടുത്ത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ക്ലാസിക്കൽ കണ്ടീഷനിങ് എക്സ്പെരിമെൻറ്റ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് എക്സ്പെരിമെൻറ്റ് ബന്ധപ്പെടാത്ത ഏതാണ്? എക്സ്റ്റൻഷൻ, സ്പോണ്ടേനിയസ് റിക്കവറി, ഷേപ്പിംഗ്, സ്റ്റിമുലസ്, ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട ഈ പറഞ്ഞ ടേംസ്, ഇതിൽ കാണുന്ന കുറച്ച് ടേംസ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അതെല്ലാം തന്നെ എക്സാമിന് നമുക്ക് ഡെഫിനേഷനായിട്ടും ചോദിക്കാറുണ്ട്, എക്സാമ്പിൾസ് തന്നിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു സംഭവങ്ങളൊന്നും അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കുക. ഇപ്പോഴൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് തിയറിയിൽ നിന്നൊക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ ക്ലാസ്സസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ നോക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ 3 ഓപ്ഷനാണ്. എക്സ്റ്റൻഷനും സ്പോണ്ടേനിയസ് റിക്കവറും സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ എല്ലാം തന്നെ നമ്മുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയുമായി ബന്ധപ്പെട്ടതാണ്. ഷേപ്പിംഗ് എന്ന് പറയുന്ന സംഭവം അതിവിടെ അങ്ങനെ ഇല്ല കേട്ടോ. ഇപ്പോൾ പ്രത്യേകിച്ച് പറയാൻ സാധിക്കില്ല. സോ ഇവിടെ ഈ ഒരു ഓപ്ഷൻസിൽ ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഈ ഒരു തിയറി പറയാത്തത് വേറൊന്നും കൊണ്ടല്ല, ലെങ്തിയാണ്, ഭയങ്കര ലെങ്തിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും ആൻസർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും വലിയ ലെങ്തി തിയറിയാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി, കിട്ടും. അല്ലെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അതുമാതിരി കണക്ട് ചെയ്ത് വേണം കുറച്ച് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ആസ് പ്രപ്പോസ്ഡ് ബൈ ഗാർട്ട്നർ? മ്യൂസിക്കൽ ഇൻ്റലിജൻസ്, ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്, ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്, ക്രിയേറ്റീവ് ഇൻ്റലിജൻസ്. അപ്പോൾ നമ്മുടെ ഗാർട്ട്നർ ഇൻ്റലിജൻസ് തിയറിയിൽ വരാത്തൊരു ഇൻ്റലിജൻസ് ഏതാണ്? കിട്ടിയില്ല. ഓപ്ഷൻ 4 ആണ് ക്രിയേറ്റീവ് ഇൻ്റലിജൻസ്. ബാക്കിയെല്ലാം വരുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Learning is a change in behavior, the result of experience or practice, relatively permanent change in behavior, all of the above. അപ്പോൾ ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻസ് ഒക്കെ നന്നായിട്ട് വായിക്കുക. അപ്പോൾ ഇത് ഏതായിരിക്കും? അപ്പോൾ ഇത് നോക്കുമ്പോൾ ഏകദേശം ഈ പറഞ്ഞ 3 ഓപ്ഷനും നമുക്ക് കറക്റ്റായിട്ട് തന്നെ പറയാം. സോ ആൻസർ 4 കേട്ടോ. ഓൾ ഓഫ് ദ എബോവ് നമുക്ക് കറക്റ്റാണ്, ആൻസറാണ്. അപ്പോൾ നമുക്കറിയാം ലേണിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെഫിനേഷൻസ് 1-2 കാര്യം നമുക്ക് നോക്കാം. ലേണിംഗ് ഇസ് ദ കീ പ്രോസസ് ഇൻ ഹ്യൂമൻ ബിഹേവിയർ അല്ലേ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് റിലേറ്റീവ്ലി പെർമനൻറ്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ ദറ്റ് ഒക്കേഴ്സ് ആസ് എ റിസൾട്ട് ഓഫ് പ്രാക്ടീസ് ആൻഡ് എക്സ്പീരിയൻസ്. പ്രാക്ടീസ് ആൻഡ് എക്സ്പീരിയൻസിലൂടെ ഉണ്ടാവുന്ന ഒരു വ്യക്തിയിലുണ്ടാവുന്ന റിലേറ്റീവ്ലി പെർമനൻറ്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ ആണ് നമ്മൾ എന്ത് പറയുക ലേണിംഗ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ തൊണ്ടേക്കിനും ക്രോയിൻ്റെയും ഡെഫിനേഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ലേണിംഗ് ഇസ് ദ ഗ്രാജുവൽ പ്രോസസ് വേർ ദ ഇൻഡിവിജ്വൽ വിൽ മേക്ക് മെനി അറ്റംപ്റ്റ്സ് ടു ലേൺ എന്ന് പറഞ്ഞത് തൊണ്ടേക്കാണ്. ക്രോ പറയുന്നത് ലേണിംഗ് ഇൻവോൾവ്സ് എന്താണ്? എക്സേഷൻ ഓഫ് ഹാബിറ്റ്സും നോളജും ആറ്റിറ്റ്യൂഡും നോളജും ഹാബിറ്റ്സ് എല്ലാം അക്വയർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ലേണിംഗ് എന്ന് പറഞ്ഞത്. ക്രോ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം ചേഞ്ച് ഇൻ ബിഹേവിയർ ആണ് ശരിയാണ്. റിസൾട്ട് ഓഫ് എക്സ്പീരിയൻസ് പ്രാക്ടീസ് പറഞ്ഞതും ശരിയാണ്. റിലേറ്റീവ്ലി പെർമനൻറ്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ വെരി ആപ്റ്റാണ്. സോ 3 തന്നെ വന്നതുകൊണ്ട് ഇവിടെ ഓൾ ഓഫ് ദി എബോവ് ഓപ്ഷൻ തന്നതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. ഞാൻ അടുത്ത ഇതുമായി ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഏതാണ്? അക്വിസിഷൻ ഓഫ് സ്കിൽസ്, ഇൻകൾക്കേഷൻ ഓഫ് നോളജ്, മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ, പേഴ്സണൽ അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇതിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് എന്ന് ചോദിച്ചപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വന്നത് ഏതാണെന്ന് നമുക്കറിയാം. മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ആണ് കേട്ടോ. ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ഈ തന്ന ഓപ്ഷൻസിൽ ഏറ്റവും ആപ്റ്റായിട്ട് വരുന്നത് മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ മോഡിഫിക്കേഷനാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ.
ഇനി അടുത്തത് നോക്കാം. The amount and type of scaffolding to a child would change depending on the mood of the teacher, child's innate abilities, rewards offered for the task, level of the child's performance. അപ്പോൾ സ്കഫോൾഡിങ്ങിൻ്റെ ആ ഒരു ലെവൽ അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഏത് ടൈപ്പ് സ്കഫോൾഡിങ് എന്നുള്ളത് ഒരു കുട്ടിക്ക് എങ്ങനെ കൊടുക്കണം എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ എന്തുമായി, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചേഞ്ചസ് എങ്ങനെ നോക്കിയിട്ടാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടതെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇതിൽ ആൻസർ വരുന്നത്? ഒരു ഡോട്ടുമാരുടെ ഓപ്ഷൻ 4 തന്നെയാണ് അല്ലേ. അപ്പോൾ ടീച്ചറുടെ മൂഡിനനുസരിച്ചോ കുട്ടിയുടെ എബിലിറ്റീസിനോ അങ്ങനെ നോക്കുന്നതിനെക്കാട്ടിലും ബെറ്റർ എന്താണ് ഇവിടെ? ലെവൽ ഓഫ് ദി ചൈൽഡ്സ് പെർഫോമൻസ്. കുട്ടിയുടെ പെർഫോമൻസ് നോക്കുക. പെർഫോമൻസ് ലെവലിൽ മാറ്റമുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എപ്പോഴും നമുക്ക് സ്കഫോൾഡിങ് ചെയ്യേണ്ട കാര്യമില്ല അല്ല. കുറച്ച് ഹിൻറ്റും കുറച്ച് കാര്യം പറഞ്ഞു കൊടുത്ത് കുട്ടിയെ കാര്യം ആ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കഴിഞ്ഞു അല്ല. അപ്പോൾ പിന്നീട് നമുക്ക് അവിടെ ആവശ്യം സ്കഫോൾഡിങ്ങിന് ആവശ്യം വരുന്നില്ല. സോ കുട്ടിയുടെ പെർഫോമൻസ് ലെവലിനാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് ടൈപ്പ് സ്കഫോൾഡിങ് അല്ലെങ്കിൽ എത്രമാത്രം നമ്മൾ കുട്ടിക്കൊരു കൈത്താങ് കൊടുക്കണം എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും ആപ്റ്റായിട്ട് വരുന്നത് ലെവൽ ഓഫ് ദ ചൈൽഡ് പെർഫോമൻസ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നോക്കാം. ദ കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് പെർമനൻസ് ഈസ് അറ്റൈൻഡ് ഡ്യൂറിംഗ് PRC ഡാഷ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ്. പ്രീ ഓപ്പറേഷണൽ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ, ഫോർമൽ ഓപ്പറേഷണൽ, സെൻസറി, മോട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ ഹിൻസും ബാക്കി കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റൊക്കെ ചാർട്ടിൽ പോലെ പറഞ്ഞു തന്നതാണ് അല്ലേ. അപ്പോൾ ഒബ്ജക്റ്റ് പെർമനൻസ് PRCയുടെ ഏത് സ്റ്റേജിലാണ് വരുന്നത്? ഓപ്ഷൻ സെൻസറി മോട്ടോ സ്റ്റേജിലാണ്. ഓപ്ഷൻ 4ാമത്തെ ഓപ്ഷനാണ്. ഇനി അടുത്തത് നോക്കാം. ആസ് പെർ ഹവാർഡ് ഗാർണേഴ്സ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഹൗ വുഡ് ദ ഇൻ്റലിജൻസ് ഓഫ് എ പേഴ്സൺ വിത്ത് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ബി കാറ്റഗറൈസ്ഡ്. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ മാത്രമേ വലുതുള്ളൂ കേട്ടോ, ആൻസർ ചെറുതാണ്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഹവാർഡ് ഗാർണറുമായി ബന്ധപ്പെട്ട് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ടുണ്ട്, അത് ഏത് ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസിൽ പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് വായിക്കാം. എബിലിറ്റി ടു ഡിറ്റക്ട് ആൻഡ് റെസ്പോണ്ട് അപ്രോപ്രിയേറ്റ്ലി ടു ദി മൂഡ്സ്, ടെമ്പറമെൻറ്റ്സ്, മോട്ടിവേഷൻസ് ആൻഡ് ഇൻറ്റൻഷൻ ഓഫ് അതേഴ്സ്. ഇതൊരു ഓപ്ഷൻസ് പറയാതെ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഏതാണ്? ഇൻറ്റൻഷൻ ഓഫ് അതേഴ്സ്. കഴിഞ്ഞ ക്ലാസ്സിലുള്ളവർക്ക് തീർച്ചയായിട്ടും കിട്ടിക്കഴിഞ്ഞു. ഏതാണ്? ഇൻ്റർ പേഴ്സണൽ ഇൻ്റലിജൻസ് ആണ് അല്ലേ. അപ്പോൾ ഇൻട്രയും ഇൻറ്ററും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ അതാണ് പറഞ്ഞത്. അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് ഒന്ന് കണ്ടേക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണേ. Two students read the same passage yet construct entirely different interpretations of its meaning. Which of the following is true about them? It is possible because the teacher has not explained the passage. It is not possible and the students need to read the passage. It is possible because different factors affect learning of individuals in varied ways. It is not possible because learning is not meaning making. ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഒന്നും കൂടി വായിക്കാം. 2 students read the passage it construct entirely different interpretations of its meaning. അപ്പോൾ 2 കുട്ടികൾ ഒരു സെയിം പാസേജ് കൊടുക്കണം നമുക്ക് കുട്ടികളോട്. അപ്പോൾ 2 കുട്ടികളും അത് വായിച്ച് മനസ്സിലാക്കിയെടുത്ത ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഒരു കുട്ടി ഒരു രീതിയിലാണ് മനസ്സിലാക്കിയത്, വേറൊരു കുട്ടി വേറൊരു മീനിങ് ആണ് മനസ്സിലാക്കിയത്. അങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ താഴെ തന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതായിരിക്കും ശരി എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായിരിക്കും? അപ്പോൾ ഇതിൽ ആപ്റ്റായിട്ട് വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ് കേട്ടോ. ഇറ്റ് ഈസ് പോസിബിൾ. നമുക്കറിയാം ഇങ്ങനെ ഒരു പാസേജ് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ എല്ലാവരും ഒരേ ഒരു ഇൻ്റർപ്രിട്ടേഷനിൽ എത്തണം, ആ ഒരു കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവത്തിലെത്ത് എത്തണം എന്നില്ല അല്ലേ. കാരണം അവിടെ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ല, അത് തന്നെയാണ് കറക്റ്റ്. അപ്പോൾ ഇറ്റ് ഈസ് പോസിബിൾ ബിക്കോസ് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് എഫക്റ്റ് ലേണിംഗ് ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ വേരിയഡ് വേസ്. അപ്പോൾ ഇതിൽ ആദ്യത്തേക്ക് നോക്കൂ. ഇറ്റ് ഈസ് പോസിബിൾ ബിക്കോസ് പോസിബിൾ ആണെന്ന് പറയുന്നുണ്ട്, പക്ഷേ ദ ടീച്ചർ ഹാസ് നോട്ട് എക്സ്പ്ലെയിൻ ദ പാസേജ് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കൊണ്ടാണ് അത് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തരും ഓരോ സംഭവങ്ങളും മനസ്സിലാക്കുന്നത് പല ടൈപ്പിലായിരിക്കും. സോ നമുക്ക് നോട്ട് പോസിബിൾ എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ബിക്കോസ് ലേണിംഗ് ഇസ് നോട്ട് മീനിങ് മേക്കിംഗ്. ലേണിംഗ് എന്ന് പറയുന്നത് മീനിങ് മേക്കിംഗ് തന്നെയാണ് അല്ല. മീനിങ് മേക്കിംഗ് ഒരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള മീനിങ് മേക്കിംഗ് അല്ലെങ്കിൽ മീനിങ് ഫുൾ ആയിട്ടുള്ളതാണ് ലേണിംഗ് എന്ന് പറയുന്നത്. സോ ഇവിടെ നോട്ട് മീനിങ് മേക്കിംഗ് എന്ന് പറഞ്ഞു. സോ ഇതും നമുക്ക് തെറ്റാണ്. അപ്പോൾ ഇതിൽ ആപ്റ്റായിട്ട് വന്നത് ഏതാണ്? ഓപ്ഷൻ 3 തന്നെയാണ് കേട്ടോ. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. ദ കൺസെപ്റ്റ് ഓഫ് ഇൻ്റലിജൻറ്റ് ക്വോഷ്യൻ്റ് IQ വാസ് ഡെവലപ്ഡ് ബൈ Binet, Stern, Terman, Galton. ഇൻ്റലിജൻസ് ക്വോഷ്യൻ്റ് IQ വാസ് ഡെവലപ്ഡ് ബൈ ആരാണ്? ആൽഫ്രഡ് ബിനെയാണ് അല്ലേ. ഓപ്ഷൻ 1 തന്നെയാണ്. ഇനി അടുത്ത് നോക്കാം. ക്രിയേറ്റിവിറ്റി ഈസ് തോട്ട് ടു ബി റിലേറ്റഡ് ടു ദി കൺസെപ്റ്റ് ഓഫ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ്, കൺവേർജൻറ്റ് തിങ്കിങ്, ഡൈവേർജൻറ്റ് തിങ്കിങ്, ഫ്ലൂയിഡ് ഇൻ്റലിജൻസ്. ഇപ്പോൾ ക്രിയേറ്റിവിറ്റീസ് ദാറ്റ് ഈസ് ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് എന്ത് ഇൻ്റലിജൻസ് ആണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് തിങ്കിങ് ആണ്? ദാറ്റ് ഈസ്
ഡൈവേർജൻറ്റ് തിങ്കിങ് ആണ് അല്ലേ, ഡൈവേർജൻറ്റ് തിങ്കിങ്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഡൈവേർജൻറ്റ് തിങ്കിങ് ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷുഡ് ബി ദ റീസൺ ഫോർ അസസ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ? ഫസ്റ്റ് ഓപ്ഷൻസ് നോക്കാം. ടു സെപ്പറേറ്റ് ആൻഡ് ലേബൽ ചിൽഡ്രൻ ഇൻ ടു നോൺ അച്ചീവേഴ്സ്, ലോ അച്ചീവേഴ്സ്, ആവറേജ് ആൻഡ് ഹൈ അച്ചീവേഴ്സ്. ടു ഇംപ്രൂവ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ് ഇൻ ദ ക്ലാസ് റൂം. ടു ഫൈൻഡ് ഔട്ട് വാട്ട് ചേഞ്ചസ് ആൻഡ് പ്രോഗ്രസ് ഇൻ ലേണിംഗ് ടേക്സ് പ്ലേസ് ഇൻ ദ child over a period of time. To discuss the capabilities, potential strengths and challenging areas of the child with the parents. അപ്പോൾ ഏതായിരിക്കും ഇത് വരിക? അപ്പോൾ നമ്മളെ കുട്ടികളെ അസസ് ചെയ്യാണ്ട കാരണം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഷുഡ് ബി ദ റീസൺ ഫോർ ദ അസസ്മെൻറ്റ് ഓഫ് ദ ചിൽഡ്രൻ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി നമുക്ക് കുട്ടികളെ അസസ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി കണക്കാക്കാൻ പറ്റുന്നത് ഏതൊക്കെയാണ് നമുക്കറിയാം. ഈ തന്ന ഓപ്ഷൻസിൽ ഓപ്ഷൻ 2 നോക്കിയേ, ടു ഇംപ്രൂവ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ് ഇൻ ദ ക്ലാസ് റൂം. അത് ശരിയാണ് അല്ലേ. ടു ഫൈൻഡ് ഔട്ട് എന്തൊക്കെ ചേഞ്ചസ് നമുക്ക് വരുത്താം എന്നുള്ളതും, ചേഞ്ചസ് ആൻഡ് പ്രോഗ്രസ് ഇൻ ലേണിംഗ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ എ ചൈൽഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം, അതും ശരിയാണ്. ടു ഡിസ്കസ് കുട്ടികളുടെ കാപ്പബിലിറ്റീസ് അല്ലെങ്കിൽ കുട്ടികളുടെ പൊട്ടൻഷ്യൽസ്, കുട്ടികളുടെ സ്ട്രെങ്സും വീക്ക്നെസ്സും അതുപോലെ തന്നെ ചലഞ്ചിങ് ഏരിയാസൊക്കെ മനസ്സിലാക്കാൻ അതുമായി പാരൻസിനോട് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ശരിയാണ്. ഇവിടെ ഏതാണ് വരാത്തത്? ടു സെപ്പറേറ്റ്, കുട്ടികളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളൊരു അസസ്മെൻറ്റ് ചെയ്യുന്നത്, ഒരിക്കലുമല്ല അല്ല. അപ്പോൾ അതിൽ ആൻസർ നോക്കൂ, 2ഉം 3ഉം 4ഉം ഇവിടെ കിടക്കുന്ന 2ഉം 3ഉം 4ഉം അല്ല. 4th ഓപ്ഷനാണ് കറക്റ്റ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നോക്കാം. കോപ്പറേറ്റീവ് ലേണിംഗ് ആൻഡ് പിയർ ട്യൂട്ടറിംഗ് ഡാഷ് in an inclusive classroom should not be used, should be actively promoted, should be actively discouraged, should be occasionally used. അപ്പോൾ ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ കോപ്പറേറ്റിംഗ് പിയർ ട്യൂട്ടറിംഗ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം? ആക്റ്റീവ്ലി പ്രൊമോട്ട് ചെയ്യണം കേട്ടോ. ഷുഡ് ബി ആക്റ്റീവ്ലി പ്രൊമോട്ടഡ് എന്നാണ്. ഓക്കെ. ഇനി അടുത്തത്, അക്കോർഡിംഗ് ടു ദ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 ലേണിംഗ് ഇസ് ഡാഷ് ആൻഡ് ഇൻ ഡാഷ് ഇൻ ഇറ്റ്സ് ക്യാരക്ടർ. പാസീവ്, സിമ്പിൾ, ആക്റ്റീവ്, സോഷ്യൽ. പാസീവ്, സോഷ്യൽ, ആക്റ്റീവ്, സിമ്പിൾ. അപ്പോൾ NCF 2005 പ്രകാരം എന്താണ് ലേണിംഗ് എന്ന് പറയുന്നത്? ഒരു ആക്റ്റീവ് ആൻഡ് സോഷ്യൽ ഇൻ ഇറ്റ്സ് ക്യാരക്ടർ ആണ് കേട്ടോ. ഓക്കെ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് റിസൾട്ട് ഇൻ മീനിങ്ഫുൾ ഫെസിലിറ്റേഷൻ ഓഫ് ലേണിംഗ്? എൻകറേജിങ് മൾട്ടിപ്പിൾ വേസ് ഓഫ് ലുക്കിംഗ് അറ്റ് എ പ്രോബ്ലം, connecting new knowledge to pre-existing knowledge, promoting repetition and recall, use of examples and non-examples. അപ്പോൾ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ലേണിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മീനിങ് ഫുൾ ലേണിംഗ് പ്രൊമോട്ട് ചെയ്യുന്ന ഫാക്ടറിൽ പെടാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ വരും നമുക്കറിയാം. എൻകറേജിങ് മൾട്ടിപ്പിൾ വേസ് ഓഫ് ലുക്കിംഗ് എ പ്രോബ്ലം, അതൊരു മീനിങ് ഫുൾ മേക്കിംഗ് ആയിട്ടുള്ള ഒരു ലേണിംഗ് പ്രോസസ്സ് തന്നെയാണ് അല്ലേ. ദെൻ കണക്ട് ചെയ്ത് പഠിക്കുക, ന്യൂ നോളേജ് ടു പ്രീ എക്സിസ്റ്റിംഗ് നോളജിൽ കണക്ട് ചെയ്ത് പഠിക്കുക എന്ന് പറയുമ്പോൾ അവിടെയും അവിടെ മീനിങ് ഫുൾ ലേണിംഗ് ആണ് വരുന്നത്. ദെൻ പ്രൊമോട്ടിംഗ് റിപ്പിറ്റേഷൻ ആൻഡ് റീകോൾ, അപ്പോൾ ഇതായിരിക്കും ആൻസർ അല്ലേ. ചുമ്മാ എന്ത് ചെയ്യുക, റിപ്പിറ്റേഷനെ പ്രൊമോട്ട് ചെയ്യാൻ, ചുമ്മാ റീകോൾ ചെയ്തിട്ട് കാണാപ്പാടം പഠിപ്പിക്കുക എന്ന രീതി എന്ന് പറയുമ്പോൾ അവിടെ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ലേണിംഗ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നൊരു സംഭവമല്ല അല്ലേ. അപ്പോൾ യൂസിങ് ഓഫ് എക്സാമ്പിൾസും കൺസെപ്റ്റ് കുറച്ചും ക്ലിയർ ആവാൻ, കുറച്ചും കൂടി മീനിങ് ഫുൾ ആവാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ആൻസർ ഓപ്ഷൻ 3 ആണ് കേട്ടോ, പ്രൊമോട്ടിംഗ് റിപ്പിറ്റേഷൻ ആൻഡ് റീകോൾ എന്നുള്ളതാണ്. കിട്ടിയല്ലോ. ഇനി അടുത്തത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രാറ്റജീസ് വുഡ് പ്രൊമോട്ട് മീനിങ് മേക്കിംഗ് ഇൻ ചിൽഡ്രൻ? മീനിങ് മേക്കിംഗ് പ്രൊമോട്ട് ചെയ്യുന്ന സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യൂണിഫോം ആൻഡ് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിംഗ്, എക്സ്പ്ലോറേഷൻ ആൻഡ് ഡിസ്കഷൻ, ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫർമേഷൻ യൂസിങ് പ്യൂണിറ്റീവ് മെഷേഴ്സ്. അപ്പോൾ മീനിങ് മേക്കിംഗ് ഇൻ ചിൽഡ്രൻസ് നമുക്ക് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം? അത് ത്രൂ എക്സ്പ്ലോറേഷൻ ആൻഡ് ഡിസ്കഷൻ ആണ്. അപ്പോൾ മീനിങ് മേക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ പ്രോസസ് ഓഫ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ഓർ മേക്ക് സെൻസ് ഓഫ് ലൈഫ് ഈവൻറ്റ്സ് റിലേഷൻഷിപ്പ് ആൻഡ് ദ സെൽഫ്. അപ്പോൾ നമുക്കറിയാം മീനിങ് മേക്കിംഗ് ആ വാക്കിൽ തന്നെ ഉണ്ട് അല്ലേ. മീനിങ് മേക്കിംഗ് എന്ന് പറയുമ്പോൾ അതിന് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ കുറച്ചും കൂടി കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവൻറ്റ്സ് ഒക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ വെൻ വി ടോക്ക് അബൌട്ട് മീനിങ് മേക്കിംഗ് ഇൻ ചിൽഡ്രൻ, അപ്പോൾ നമ്മൾ കുട്ടികളുടെ മീനിങ് മേക്കിങ്ങുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ഒരു സ്ട്രാറ്റജി അവരിൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് എക്സ്പ്ലോറേഷൻ ആൻഡ് ഡിസ്കഷൻ ആണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ലേണിംഗ് ആയിക്കോട്ടെ ഏത് കാര്യം അവിടെ മീനിങ് ഫുൾ ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ.
അപ്പോൾ നമ്മൾ ഒത്തിരി എല്ലാം തന്നെ പുതിയ ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയം വരുന്ന കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് ഞാനെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നല്ല നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്നൊക്കെ അറിയുമ്പോൾ എനിക്കും കൂടി ഇനിയും ക്ലാസ്സസ് ചെയ്യാൻ ഒരു സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സിൽ നമുക്ക് എക്സാം വരെ വേണമെങ്കിൽ നമുക്കിങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസൊക്കെ പ്രാക്ടീസ് ചെയ്ത് എക്സാം പോകുമ്പോഴേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു പേടിയും കൂടാതെ നമുക്ക് പുത്തൻ ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് നേരിടാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് KTET എക്സാം ഇപ്രാവശ്യം എഴുതാൻ എല്ലാവർക്കും സാധിക്കട്ടെ. നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സസുമായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. കീപ് വാച്ചിങ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്